ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 2-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് യോഗവും. അപ്പോൾ യോഗവും സന്യാസവും രണ്ടും രണ്ടല്ല. സന്യാസി തലത്തിൽ ഒരാൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോഗയുക്തനായി അയാൾ മാറുക എന്നുള്ളതാണ്. യോഗഭാവത്തെ അല്ലെങ്കിൽ യോഗയുക്തനാവാതെ ഒരാളിന് സന്യാസിയാവാൻ സാധ്യമല്ല. ഇവിടെ അതുകൂടാതെ തന്നെ പറയുന്നു, അത് കാരണമെന്തെന്നാൽ സങ്കല്പങ്ങളെ ത്യജിക്കാതെ ഒരാളിനും യോഗിയായി ഭവിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സർവസങ്കല്പങ്ങളെയും പരിത്യജിക്കുന്ന ആളിനെയാണ് സന്യാസി എന്ന് പറയണത്. അപ്പോൾ ആ സർവസങ്കല്പങ്ങളെയും പരിത്യജിക്കാതെ യോഗിയായി തീരാൻ സാധ്യമല്ല. അപ്പോൾ സന്യാസി തലത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് യോഗി. യോഗയുക്തനായി ഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി ഭാവത്തിലേക്ക് എത്തുക. സർവസംഘപരിത്യാഗം, സർവസംഘങ്ങളോടുമുള്ള ആ പരിത്യാഗം. എൻ്റെ എന്നും എനിക്കെന്നും ഒക്കെയുള്ള അറിവിന് വിരുദ്ധമായി നിലനിൽക്കുന്ന ആ ചിന്തകൾ, അതിനെ പരിത്യജിക്കുവാൻ സാധിക്കണം. സർവ കർമ്മ ഫലങ്ങളോടുമുള്ള ആഗ്രഹത്തെ, ഇച്ഛയെ, അതിനെ പരിത്യജിക്കുവാൻ സാധിക്കണം. കർമ്മഫലങ്ങളെ പരിത്യജിക്കുക എന്നുള്ളതല്ല, കർമ്മഫലങ്ങളോടുള്ള ആഗ്രഹത്തെ പരിത്യജിക്കണം. കർമ്മഫലത്തെക്കുറിച്ചുള്ള ഇച്ഛയെ പരിത്യജിക്കണം. കർമ്മഫലത്തെ പരിത്യജിക്കാൻ സാധിക്കില്ല. കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് വിന വിതച്ചവൻ വിന കൊയ്യും, തിന വിതച്ചവൻ തിന കൊയ്യും എന്ന് പറയുന്നത്. കർമ്മഫലം ഓരോ ജന്മത്തിനും ആധാരമായി ഭവിക്കുന്നത് പോലും കർമ്മഫലമാണ്. അപ്പോൾ കർമ്മഫലത്തെ പരിത്യജിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ കർമ്മഫലത്തിനോടുള്ള ആഗ്രഹത്തെ, അതിനെ പരിത്യജിക്കണം. അങ്ങനെ പരിത്യജിക്കുമ്പോൾ മാത്രമേ ഒരാൾ യോഗ്യയായി തീരുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ സന്യാസിയായും തീരുകയുള്ളൂ. അപ്പോൾ യോഗി എന്ന് പറയുന്നതും സന്യാസം എന്ന് പറയുന്നതും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനനോട് പറയുന്നു, ആരുരുക്ഷോർമുനേർ യോഗം കർമ്മകാരണം ഉച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണം ഉച്യതേ. ഇപ്പം യോഗത്തെ ആരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപായമായി വർത്തിക്കുന്നത് കർമ്മമാണ്. ഇപ്പോൾ യോഗഭാവത്തിലേക്ക് ഉയരണം,
ആരുരുക്ഷോ മുനേ യോഗ. യോഗത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് അവിടെ കർമ്മമാണ് ഉപായമായിട്ട് ഭവിക്കുന്നത്. കാരണം നിരന്തരം കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യാതിരുന്ന് യോഗത്തെ പ്രാപിക്കാം എന്ന് ആരും വിചാരിക്കേണ്ട. ആർക്കും കർമ്മം ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് കർമ്മമാണ് മുനിക്ക് ഉപായം എന്ന് പറയണത്. നിരന്തരം കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക സദാസമയം. പക്ഷേ യോഗത്തിൽ ആരൂഢനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യോഗയുക്തനായി തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യോഗത്തെ പ്രാപിച്ച, അല്ലെങ്കിൽ യോഗതലത്തിൽ യോഗീതലത്തിൽ എത്തിച്ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശമമാണ് ഉപായം. ശമമാണ് ഉപായം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഉപായം. അവിടെയും കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, കർമ്മം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇവിടെ ഒന്നും ചെയ്യുവാനില്ല എന്ന പരമമായിട്ടുള്ള സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കുക. അതാണ് യോഗാരൂഢനായി തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യോഗാരൂഢനാകാൻ ആഗ്രഹിക്കുന്ന, യോഗയുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ഭാവം അയാൾക്കുണ്ടാവും. നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ യോഗാരൂഢനായിത്തീർന്ന, യോഗയുക്തനായിത്തീർന്ന, യോഗഭാവത്തിലെത്തിച്ചേർന്ന, യോഗിയായിത്തീർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാതിരിക്കുക. ശമമാണ് ഉപായം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ, കർമ്മം ചെയ്യാതിരിക്കുവാൻ ഒരാളിനും സാധിക്കില്ല. ശരീരത്തിൻ്റെ ശ്വാസഗതി പോലും കർമ്മമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തകൾ, അതും കർമ്മമാണ്. കൺമിഴി തുറക്കുക, അടയ്ക്കുക, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നടക്കുക, ശാരീരികമായിട്ടുള്ള ആ യന്ത്ര സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുക, കാണുക, കേൾക്കുക, അറിയുക, നടക്കുക, ഇരിക്കുക, എടുക്കുക, ഇതെല്ലാം കർമ്മമാണ്. ശരീരമുള്ളിടത്തോളം കാലം ഈ വിധം പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ശരീരമില്ലാതായാൽ കുഴപ്പമില്ല. ശരീരമുണ്ടെങ്കിൽ ശരീരത്തിന് വേണ്ടി, ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്യാദിയുള്ള കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടെങ്കിലും ഇരിക്കണ്ടേ. അപ്പോൾ ശമം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കിവിടെ ഒന്നും ചെയ്യുവാനില്ല. കാരണം ഇവിടെയെല്ലാം പൂർണ്ണമാണ്. ഈ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറയണത്. അപ്പോൾ ഈ പൂർണ്ണമായ ഈ ലോകത്തിൽ നമുക്കെന്ത് ചെയ്യാനാണുള്ളത്? ഒന്നും ചെയ്യുവാനില്ല.
അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുവാനില്ല എന്ന ഭാവത്തോടുകൂടി എല്ലാം ചെയ്യുക, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, നിത്യവും ചെയ്തുകൊണ്ടിരിക്കുക, ശരീരമുള്ളിടത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കൊന്നും ചെയ്യുവാനില്ല എന്ന ഭാവത്തോടു കൂടിയാണ് യോഗാരൂഢനായ വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ യോഗാരൂഢനാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളിനെ സ്വാഭാവികമായിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം ഉണ്ടാവും. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.